കൂടാതെ നമുക്കൊന്നൊരു റഡാർ ഗ്രാഫ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. Given below is a radar graph shows percentage rise in price of wheat and rice over the given years. അതായത് നമുക്ക് ഗ്രാഫിൽ വീറ്റിൻ്റെയും റൈസിൻ്റെയും പ്രൈസിൽ ഓരോ വർഷവും വന്ന പേഴ്സൻറ്റേജ് ഇൻക്രീസ് തന്നിരിക്കുന്നത്. ഈ പേഴ്സൻറ്റേജ് ഇൻക്രീസ് പറയുന്നത് തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതായത് ഇവിടെ നമുക്ക് 2011, 12, 13, 14, 15 2011 തന്നേക്കുന്ന പേഴ്സൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 2010 കമ്പയർ ചെയ്യുമ്പോൾ എത്ര പേഴ്സൻറ്റ് ഇൻക്രീസ് ആയി അതാണ് നമുക്കിത് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പിൽ പോയിരിക്കുന്നത് വീറ്റും സ്ക്വയർ ഷേപ്പിൽ പോയിരിക്കുന്നത് റൈസുമാണ്. ഇപ്പോൾ 2011 വീറ്റിൻ്റെ പ്രൈസിൽ വന്ന പേഴ്സൻറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 10ഉം ഇത് 15ഉമാണ്. അതിനിടയ്ക്കല്ല കിടക്കുന്നത്. അപ്പോൾ 12.5. അതായത് 2010 വീറ്റിൻ്റെ പ്രൈസിൻ്റെ കൂടെ 12.5% കൂട്ടുമ്പോൾ നമുക്ക് 2011 വീറ്റിൻ്റെ പ്രൈസ് കിട്ടും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ റൈസിൻ്റെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇവിടെ തന്നിട്ടുണ്ട് 10%. അതായത് 2010 പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൈസിൻ്റെ പ്രൈസ് 10% കൂടി. ഓക്കെ, ഇപ്പോൾ 2010 പ്രൈസിൻ്റെ കൂടെ 10% കൂട്ടുമ്പോഴാണ് നമുക്ക് 2011 പ്രൈസ് കിട്ടുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ മീനിങ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിവിടെ നോക്കി 2012 നോക്കി. 2012 വീറ്റിൻ്റെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 15%. അതായത് 2011 പ്രൈസിൻ്റെ കൂടെ വീറ്റിൻ്റെ പ്രൈസ് 15% കൂടണം. അപ്പോൾ അത് 112%. അപ്പോൾ നമുക്ക് 2012 പ്രൈസ് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കി. ദ പ്രൈസ് ഓഫ് വീറ്റ് ഇൻ ദ ഇയർ 2011 ഈസ് 7200 പെർ ക്വിൻ്റൽ. ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രൈസ് ഇൻ 2013? അതായത് 2011 വീറ്റിൻ്റെ പ്രൈസ് 7200 രൂപയായിരുന്നെങ്കിൽ, അതായത് ഒരു ക്വിൻ്റലിന് 7200 രൂപയായിരുന്നെങ്കിൽ 2013 പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുക. അപ്പോൾ നോക്കി, 2011 തൊട്ട് 2013 വരെ. 2011 കഴിഞ്ഞിട്ട് 2012 ഉണ്ട്, 12 കഴിഞ്ഞിട്ടാണ് 2013 വരുന്നത്. അപ്പോൾ പേഴ്സൻറ്റ് ഇൻക്രീസ് നോക്കുമ്പോൾ 2012 എത്ര പേഴ്സൻറ്റേജ് വന്നു നോക്കുക, 2013 എത്ര പേഴ്സൻറ്റേജ് വന്നു നോക്കുക, എന്നിട്ട് അത്രയും ഇത് ഇൻക്രീസ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കി, വീറ്റിൻ്റെ പ്രൈസ് 2012 എത്ര ശതമാനം കൂടി? വീറ്റിൻ്റെ പ്രൈസ് ട്രയാങ്കിൾ ഷേപ്പിലല്ലേ വയ്ക്കുന്നത്. 2012 എന്ന് പറയുന്നത് എത്രയാണ്? 15. അപ്പോൾ 2012 15% കൂടി. 15% കൂടുക എന്ന് പറഞ്ഞാൽ അത് 115% ആവും. ഇനി 2013 എത്ര പേഴ്സൻറ്റേജ് കൂടിയത്? 2013 വീറ്റിൻ്റെ പ്രൈസ് എത്രയാണ്? 10%. 10% കൂടുക എന്ന് പറഞ്ഞാൽ അത് 110% ആവും. ഓക്കെ, ഇതങ്ങ് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കി, ഈ 100ഉം ഈ 100ഉം പോയി. ഇനി എന്താ പോകാനുള്ളത്? ഈ 0യും ഈ 0യും പോയി. 5 വെച്ച് കിട്ടിയാൽ ഇവിടെ 2, ഇവിടെ 5 വെച്ച് കിട്ടി കഴിഞ്ഞാൽ 2 3 23 കിട്ടും. 2 ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടും. 36 × 23 × 11 ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. 36 × 23 നമുക്ക് ചെയ്യാം. 36 × 20 ചെയ്ത് എത്ര കിട്ടും? 720 കിട്ടും. 36 × 3 എത്ര കിട്ടും? 90ഉം 18ഉം 108 കിട്ടും. ഇപ്പോൾ എത്ര കിട്ടും? 828. 828 × 11 ചെയ്യണം. അതെങ്ങനെ ചെയ്യും? 828 × 10 അതും ചെയ്യാം. അപ്പോൾ 828 0. പിന്നെ 828 × 1 ചെയ്യുക. അപ്പോൾ 828 എല്ലാം കൂടെ കൂട്ടുക. 8 8 10 0 ശിഷ്ടം 1, 8 10 1 11 ശിഷ്ടം 1 8 1 1 9108 കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. If a person expends Rs 4140 in buying rice at the rate of 120 rupees per kg in the year 2012, then he has to reduce his consumption of rice by how many kg in the year 2013 for the same expenditure of 4140? അതായത് ഒരാൾ 2012 4140 രൂപയ്ക്ക് അരി മേടിച്ചു. അരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 120 രൂപയായിരുന്നു. പക്ഷേ നമുക്കറിയാം 2013 ആകുമ്പോഴത്തേനും റൈസിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ നമ്മൾ ഈ സെയിം എമൗണ്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്ര കിലോ അരി കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 2012 അരിയുടെ വില 2013 ആകുമ്പോഴത്തേനും കൂടും. അപ്പോൾ നമ്മൾ 4140 രൂപ കൊണ്ട് അപ്പോഴും ഇപ്പോഴും പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം എമൗണ്ട് അരി കിട്ടത്തില്ല. ശരിയല്ലേ? അന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് അരി കിട്ടത്തുള്ളൂ. എന്തോ ഒരു കുറവാണ് നമുക്ക് കിട്ടുക. അതാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചിലവെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ കിട്ടാനായിട്ട് നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പ്രൈസ് ഇൻറ്റു കൺസംഷൻ. അതായത് നമ്മൾ എത്ര കിലോ ആ സാധനം മേടിക്കും. ഇത് പ്രൈസ്, ഇത് നമ്മൾ മേടിക്കുന്ന സാധനത്തിൻ്റെ അളവ്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ 2012 2013 സെയിം ആയിരിക്കണമെങ്കിൽ, എക്സ്പെൻഡിച്ചർ സെയിം ആയിരിക്കണമെങ്കിൽ
പ്രൈസ് ഇൻറ്റു കൺസംഷൻ അപ്പോഴും ഇപ്പോഴും സെയിം ആയിരിക്കണം. ശരിയല്ലേ? അപ്പോഴും ഇപ്പോഴും സെയിം ആയിരിക്കണം. നമ്മുടെ പ്രൈസ് വ്യത്യാസമുണ്ട്. പ്രൈസ് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട്. നോക്കി, 2013 ആകുമ്പോഴത്തേനും റൈസിൻ്റെ പ്രൈസ് എന്തോരം കൂടും? റൈസിൻ്റെ പ്രൈസ് ഇത് കിടക്കുന്നു 15% കൂടും. അതായത് ആദ്യം അല്ലെങ്കിൽ 2012 റൈസിൻ്റെ പ്രൈസ് ഒരു 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 15% കൂടി 115 ആവും. ശരിയല്ലേ? ഇത് എക്സ്പെൻഡിച്ചർ, ഇത് പ്രൈസ്. ഇനി അപ്പോൾ റൈസിൻ്റെ പ്രൈസ് 2012 100 ആയിരുന്നെങ്കിൽ 2013 അത് 115. ഇനി ഞാൻ പറഞ്ഞു രണ്ട് കേസിലും നമ്മുടെ എക്സ്പെൻഡിച്ചർ സെയിമാണ്. രണ്ട് കേസിലും എക്സ്പെൻഡിച്ചർ സെയിമാണ്. കാരണം നമ്മൾ 4140 രൂപ രണ്ട് കേസിലും കൊണ്ടുപോകുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സെയിം ആണെങ്കിൽ പ്രൈസിൻ്റെ കൺസംഷൻ സെയിം വരണം. പ്രൈസിൻ്റെ കൺസംഷൻ സെയിം വരണം. അപ്പോൾ അത് സെയിം വരാൻ വേണ്ടിയിട്ട് കൺസംഷൻ അവിടെ നമ്മളിത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 115/100. നോക്കി, ഇതും ഗുണിച്ചാലും സെയിം അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കി, പ്രൈസ് 100ൽ നിന്ന് 115 ആയപ്പോൾ നമുക്ക് കൺസംഷൻ 150ൽ നിന്ന് 100 ആയിട്ട് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കൺസംഷൻ എന്തോരം കുറഞ്ഞു? 115 ഉണ്ടായിരുന്നത് 100 ആയി. അതായത് കൺസംഷൻ 15 കുറഞ്ഞു. ഒറിജിനൽ എത്ര ഉണ്ടായിരുന്നു? 115 ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് 2012 ഉണ്ടായിരുന്ന കൺസംഷൻ ഇത്രയും കുറഞ്ഞു. അപ്പോൾ 2012 കൺസംഷൻ ഇൻറ്റു ഈ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 2012 കൺസംഷൻ എത്രയായിരുന്നു? 2012 4140 രൂപ കൊണ്ട് പോയിട്ട് 1 കിലോയ്ക്ക് 120 എന്നുള്ള രീതിയിലാണ് അരി മേടിച്ചത്. അപ്പോൾ എത്ര കിലോ കിട്ടും? 4140 രൂപയ്ക്ക് 4140/120 ഇത്രയും കിലോ സാധനം കിട്ടും. ഇനി എന്തോരം കുറഞ്ഞു? 15/115 ഇത്രയും കുറഞ്ഞു. ഓക്കെ, ഇത് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, വെട്ടിക്കോ. 0 പോയി. 4 4 8 9. അപ്പോൾ നമുക്ക് 3 വെച്ച് വെട്ടാൻ പറ്റും. 3 വെച്ച് വെട്ടിയാൽ ഇവിടെ 4 വരും. ഇവിടെ 3 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 1 3 3, പിന്നെ 1 3 9 2 3 8 24. 2 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 2 ഇവിടെ എത്ര വരും? 69 വരും. ഇനി 5 വെച്ച് വെട്ടിയാൽ ഇവിടെ 3 വരും. ഇവിടെ 5 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 23 വരും. 23 മുകളിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ 3 വരും. 3 × 3 9. 9/2 ചെയ്താൽ 4.5 kg എന്ന് വരും നമ്മുടെ ആൻസർ. ഓക്കെ, 4.5 kg. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തതെന്ന്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ദ പ്രൈസ് ഓഫ് വീറ്റ് ഇൻ 2013 is 132 rupees per kg. Then what will be total cost of 25 kg of wheat in 2012? ഓക്കെ, 2013 1 കിലോ വീറ്റിന് 132 രൂപയായിരുന്നെങ്കിൽ 2012 25 കിലോ വീറ്റിന് എത്ര രൂപയായെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കി, 2013 2012 2013 വീറ്റിൻ്റെ പേഴ്സൺ ഇൻക്രീസ് എത്രയാണ്? ഇത് കിടക്കുന്നു 10%. അതായത് 2012 പ്രൈസിൻ്റെ കൂടെ 10% കൂട്ടുമ്പോഴാണ് നമുക്ക് 2013 പ്രൈസ് കിട്ടുന്നത്. ശരിയല്ലേ? 2013 തന്നേക്കുന്ന പേഴ്സൺ ഇൻക്രീസ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലായിരുന്നു, അതാണ് ഇവിടെ തന്നേക്കുന്ന ഈ പെർസെൻറ്റേജിൻ്റെ മീനിങ്. അപ്പോൾ നോക്കി, 2013 പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 1 കിലോയ്ക്ക് 132. അപ്പോൾ ഇത് 132. 2012 പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 110% കണ്ടുപിടിക്കണം. 110% എന്ന് പറയുന്നത് 110/100. ഈ 0 പോയി. 11 അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 12 വരും. 0 അങ്ങോട്ട് കൊടുത്താൽ 120 കിട്ടും. അപ്പോൾ 1 കിലോയ്ക്ക് 120 രൂപ. 2012 1 കിലോയ്ക്ക് 120 രൂപ. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 25 കിലോയ്ക്ക് എത്രയായിരുന്നു. അപ്പോൾ ഇത് ഇൻറ്റു 25 ചെയ്താൽ മതി. 25 എന്ന് പറയുന്നത് 100/4 അല്ലേ? 4 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 3, 3യും പിന്നെ 1 2 3 0യും. അപ്പോൾ 3000 കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് റേഷ്യോ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് റൈസ് ആൻഡ് വീറ്റ് ഇൻ 2014 ഈസ് 3:4, then what will be the ratio of price in 2015? 2014 റൈസിൻ്റെയും വീറ്റിൻ്റെയും പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണെങ്കിൽ 2015 ഇവരുടെ റേഷ്യോ എത്രയായിരിക്കും? ഓക്കെ, 2014 തന്നിട്ടുണ്ട്, 15 കണ്ടുപിടിക്കും. 2015 പേഴ്സൺ ഇൻക്രീസ് എത്രയാണെന്ന് നോക്കി. 2015 വീറ്റിൻ്റെ പേഴ്സൺ ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് കിടക്കുന്നു 5, 10, 15. അപ്പോൾ വീറ്റിൻ്റെ പ്രൈസ് 15% കൂടും. അതായത് അത് 115% ആവും. റൈസിൻ്റെ പ്രൈസ് എത്രയാണ് കൂടുന്നത്? സ്ക്വയറിലല്ലേ കിടക്കുന്നത്, അത് 20% കൂടും. അപ്പോൾ അത് 120% ആവും.
ശരിയല്ലേ? ഇതങ്ങ് വെട്ടി റേഷ്യോ വയ്ക്കാൻ മതി. പേഴ്സൻറ്റേജും പോകും. 4 മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടും. 5 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 6ഉം ഇവിടെ 5 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 23 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 3 18. 18/23 കിട്ടും നമ്മുടെ ആൻസർ. 18/23 ഇത് കിടക്കണം. ക്ലിയർ ആയോ? അടുത്തത്, വാട്ട് ഈസ് എഫക്റ്റീവ് പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് വീറ്റ് ഫ്രം 2011 to 2013? 2011 തൊട്ട് 2013 വരെയുള്ള വീറ്റിൻ്റെ എഫക്റ്റീവ് പെർസെൻറ്റ് ഇൻക്രീസ്, അതായത് ടോട്ടൽ പെർസെൻറ്റ് ഇൻക്രീസ് എത്രയായിരുന്നു നമ്മുടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ഇത് 11 കഴിഞ്ഞിട്ട് 2012 ഉണ്ട്. അപ്പോൾ 2012 പെർസെൻറ്റ് ഇൻക്രീസും 13 പെർസെൻറ്റ് ഇൻക്രീസും എടുത്തിട്ട് അതങ്ങ് എഫക്റ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ നോക്കി, 2012 വീറ്റിൻ്റെ അല്ലേ ചോദിച്ചേക്കുന്നത്. 2012 വീറ്റിൻ്റെ പെർസെൻറ്റ് ഇൻക്രീസ് എത്രയാണ്? 15%. അപ്പോൾ 2011 പ്രൈസ് 2012 ആകുമ്പോൾ എത്ര ശതമാനം കൂടും? 15% കൂടും. അതായത് അത് 115% ആവും, അല്ലെങ്കിൽ 115/100 ആവും. ഇനി 2013 ആകുമ്പോൾ വീടിൻ്റെ പ്രൈസ് എന്തോരം കൂടും? ഇതേ കിടക്കുമ്പോൾ എത്ര? 10%. അതായത് അത് 110% ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ എഫക്റ്റീവ് പെർസെൻറ്റേജ്. നോക്കി, ഇതങ്ങ് വെട്ടി ചെറുതാക്കി. ഈ സീറോയും പോവും. ഇനി എന്താ ഉള്ളത്? 5 വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 23 വരും. 5 വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 വരും. ഇനി ഇതങ്ങ് ഗുണിച്ചാൽ എത്ര കിട്ടും? 253 കിട്ടും. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 200 കിട്ടും. അപ്പോൾ നോക്കി, 200 ആയിരുന്നത് 253 ആയി. 200 ആയിരുന്നത് 253 ആയി. അപ്പോൾ എത്ര ശതമാനം കൂടി? 53 കൂടി. ഒറിജിനൽ എത്ര ഉണ്ടായിരുന്നു? 200 × 100. ഇതാണ് നമ്മുടെ ആൻസർ. ഇതും പോയി. 2 വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 26.5 എന്ന് നമ്മുടെ ആൻസർ. ഓക്കെ, 26.5. ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ 2 വർഷത്തെ ഇൻക്രീസ്, 2 വർഷത്തെ പെർസെൻറ്റ് ഇൻക്രീസ് കണ്ടുപിടിക്കാനായിട്ട് x + y + xy/100 ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് വർഷത്തെ പെർസെൻറ്റ് ഇൻക്രീസ്, ഇത് സെക്കൻഡ് വർഷത്തെ പെർസെൻറ്റ് ഇൻക്രീസ്. പിന്നെ അത് രണ്ടും കൂടെ കുടിച്ചിട്ട് 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കി, ആദ്യത്തെ വർഷത്തെ പെർസെൻറ്റ് ഇൻക്രീസ് എത്രയായിരുന്നു? 2012 15%. ഇത് 15. ഇനി 2013 പെർസെൻറ്റ് ഇൻക്രീസ് എത്രയായിരുന്നു? 10%. 10 + 15 × 10/100. 15ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ 25. 15 × 10/100 എത്ര കിട്ടും? ഇതും പോവും. 15/10 ചെയ്താൽ 1.5. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26.5 തന്നെ കിട്ടത്തില്ലേ? ഇത് കിടക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ റഡാർ ഗ്രാഫും ഈ പെർസെൻറ്റ് ഇൻക്രീസും റഡാർ ഗ്രാഫിൽ കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് തെറ്റിക്കരുത്. അതായത് പെർസെൻറ്റ് ഇൻക്രീസ് ഒരു വർഷത്തെ തന്നു കഴിഞ്ഞാൽ അത് തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലായിരുന്നു, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ ഇത് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഗ്രാഫ് നോക്കി ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഒരു PO ലെവൽ പ്രീക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് ഇതല്ല, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ലെവലുള്ളതാണ്. അപ്പോൾ ഇത് മെയിൻസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ പ്രിലിംസ് എഴുതുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ കുഴപ്പമില്ല, രണ്ടാമത്തെ ആദ്യം ചെയ്യരുത്, അത് സ്കിപ്പ് ചെയ്യുക, മൂന്നാമത്തെ ചെയ്യുക, നാലാമത്തെ ചെയ്യുക, അഞ്ചാമത്തെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ പേപ്പറിനകത്തെ എളുപ്പമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞുപിടിച്ച് ചെയ്യുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം പാടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഈ സെറ്റിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.